നന്നാക്കാനും ചീത്തയാക്കാനും നിങ്ങൾ മുതിരരുത്. ദൈവത്തിൻ്റെ വകയായിട്ട് നിങ്ങൾ ഇത് ചെയ്താൽ മതി. ആവുന്നത് ചെയ്യൂ, കൂടുതൽ വേണ്ട. ഞങ്ങൾക്കൊന്നും അറിയില്ല, ഒന്നും അറിഞ്ഞു വന്നവരല്ല. അറിഞ്ഞവരോട് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അവരോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യമുണ്ട്. ഇങ്ങനെ ഒരു വിനയം നിങ്ങൾക്ക് ഉണ്ടായിരുന്നാൽ മതി. വാശി പിടിച്ചൊന്നും പറയരുത്, പ്രവർത്തിക്കരുത്. അത് തെറ്റായി പോകും. വാശി പിടിച്ച് ചെയ്യുന്ന വലിമ കൊണ്ടൊന്നും ഇത് നടക്കാൻ പോകുന്നില്ല. വിനയമില്ലാതെ ചെയ്യുന്നത് സത്യസന്ധതയില്ലാതെ പടച്ചുണ്ടാക്കുന്ന അറിവുകേടിൻ്റെ മൂശയിലായി പോകും. ദൈവം ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല. അത് നിങ്ങളാരും പറഞ്ഞൊപ്പിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ അനുഭവത്തോളം നിങ്ങൾ ഇതിനെ സ്വീകരിച്ചാൽ മതി. അത് മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് പഠിക്കുകയാണ്. ഏതെങ്കിലും ഒരു കോഴ്സ് വെച്ച് ഇത് പഠിച്ചെടുക്കാൻ ഒക്കുകയില്ല. അങ്ങനെയുള്ള ഒരു രീതിയും ഇവിടെയില്ല. നിങ്ങളിത് ക്ലേശിച്ച് വേദനപ്പെട്ട് ആ വേദനയിൽ ആനന്ദപ്പെട്ട് എടുക്കാനേ ആഗ്രഹിക്കാവൂ. എത്ര ക്ലേശിച്ചാലും ഒരു കുറ്റവും വഴില്ല. ക്ലേശിക്കും തോറും ആനന്ദം ലഭിക്കും. ഈ ആശയത്തിലേ നിങ്ങൾ ഇവിടെ പെരുമാറാവൂ. സദ്ഗുരുവേ ശരണം. സദ്ഗുരുവേ ശരണം. ആത്മബന്ധിക്കലേ നമ്മൾ പൊതുവെ വളരെ ചുരുക്കം പേര് ഗുരുവാണി വായിക്കാറുണ്ട്. ഇങ്ങനെ പല സന്ദർഭങ്ങളിലും ഗുരുവാണി വായിക്കുന്നത് കേൾക്കുന്നവരും വളരെ ചുരുക്കമാണ്. ബ്രാഞ്ചാശ്രമങ്ങളിൽ പലയിടത്തും 6 മണിയുടെ ആരാധനയും സങ്കല്പവും സമർപ്പണവും ഒക്കെ കഴിഞ്ഞിട്ട് ഗുരുവാണി വായിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോഴവിടെ മിക്കവാറും ആശ്രമങ്ങളിൽ ആരും ഉണ്ടാകാറില്ല. ഞാൻ ഇങ്ങനെ ബ്രാഞ്ചാശ്രമങ്ങളിൽ പോകുമ്പോൾ കണ്ടിട്ടുള്ള കാര്യം, 6 മണിയുടെ ആരാധന കഴിഞ്ഞ് കുറച്ച് പേര് വരുമായിരിക്കും. പല സ്ഥലത്തും അങ്ങനെ ആരും കാണാറില്ല. ഇത് നമ്മളുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു ഗതികേട് പോലെ നമ്മളുടെ കൂടെ നിൽക്കുന്ന ഒരു സ്വഭാവമാണ്. സമീപവാസികൾ പോലും വന്ന് ഇതിലൊന്നും പങ്കെടുക്കില്ല. അത് ജോലി തിരക്കും കൃത്യാന്തര ബാഹുല്യവും കൊണ്ടായിരിക്കും. എന്നാൽ ഈ ജോലി തിരക്കൊക്കെ ഒഴിയുന്ന ഒരു സമയമുണ്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. വളരെ തിരക്കിട്ട് ഓടി നടന്ന പലരും ഉണ്ട്. ഇപ്പം നമ്മുടെ ജീവിതകാലത്ത് തന്നെ കാണും, ഒരു ദിവസം പെട്ടെന്ന് ഇവരെ ജോലി തിരക്കെല്ലാം തീരും. എന്നാലും പ്രഭാതമാകുമ്പോൾ സൂര്യനെ കാണും, വൈകിട്ടാകുമ്പോൾ സൂര്യനെ കാണാതാവും, ഭൂമി കറങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കും. എല്ലാ കാര്യവും പഴയ പോലെ തന്നെ നടക്കും. പക്ഷേ നമ്മൾ ഓരോരുത്തരുടെയും വിചാരം നമ്മൾ ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ലെന്നാണ്. അങ്ങനെയല്ലെങ്കിൽ തിരക്കെന്ന് പറഞ്ഞിട്ട് നമ്മൾ കിട്ടിയ കുറച്ച് സമയം, ഇപ്പം ആശ്രമത്തിൻ്റെ അകത്ത് നമ്മൾ വരുന്നു, നമ്മൾ വളരെ ദൂരെ നിന്നൊക്കെ കഷ്ടപ്പെട്ട് വരുന്നവരും ഉണ്ട്, അടുത്തു നിന്നൊക്കെ വരുന്നവരും ഉണ്ട്. പക്ഷെ ആ സമയമെങ്കിലും പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് എത്ര പേര് വിചാരിക്കും?
പ്രാർത്ഥനാലയത്തിനകത്ത് കയറി കഴിഞ്ഞാൽ തന്നെ പരസ്പരം സംസാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈ സംസാരിക്കുന്നത് വെളിയിൽ വെച്ച് സംസാരിക്കാമല്ലോ. അപ്പം അങ്ങനെ നമുക്കൊരു മതബോധമില്ല എന്നാണ് ഗുരു പറയുന്നത്. മതബോധം എന്ന് പറയുമ്പോൾ ഈ എഴുതി വെച്ച ഗ്രന്ഥങ്ങളിലുള്ള ഒരു സംഭവമല്ല. ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടെന്നല്ല ഗുരു പറഞ്ഞത്. ഒരു സ്ഥലത്ത് വന്നാൽ എങ്ങനെ പെരുമാറണമെന്ന് അറിഞ്ഞുകൂടാ. ഈ മഹിമയുള്ള ഈ ഗേറ്റിനകത്തോട്ട് കയറി കഴിയുമ്പോൾ പിന്നെ നമ്മൾ എങ്ങനെയൊക്കെ പെരുമാറണമെന്നുള്ള ഒരു ബോധം നമുക്കാർക്കുമില്ല. അപ്പോൾ നമ്മളവിടെയും നമ്മളുടെ വെളിയിലും വീട്ടിലും ചന്തയിലും തെരുവിലുമൊക്കെ ഉള്ള അതേ രീതിയിൽ തന്നെ പെരുമാറും. അതുകൊണ്ട് നമുക്ക് കിട്ടേണ്ടത് കിട്ടാതെ ആയിപ്പോവും. അതാണ് കാര്യം. ഇപ്പം ഇദ്ദേഹം പറഞ്ഞ് അയാൾ മൊബൈലിൽ കൂടെ എന്തോ പണി ചെയ്യുകയാണെന്ന്. ഇവിടെ ഒരു ജയന്തിക്ക് ഒരു പ്രധാനപ്പെട്ട ആളാണ്, അദ്ദേഹം വന്നില്ല. ജയന്തിയുടെ ഒന്നും വന്നില്ല, പിറ്റേന്ന് വന്നു. അപ്പോൾ ഗുരുവിനെ കണ്ടപ്പോൾ ഗുരു ചോദിച്ചു, നീ ഇന്നലെ എവിടെ പോയിരുന്നടാന്ന് ചോദിച്ചു. അന്ന് ജയന്തിയും കുംഭമേളയും ഉള്ളൂ നമുക്ക് ആഘോഷമായിട്ട്. അതെനിക്ക് വയ്യായിരുന്നു ഗുരു, ഏതാ വരാത്തതെന്ന്. അപ്പോൾ ഗുരു പറഞ്ഞു, നീ ചത്തുപോയില്ലല്ലേ, നീ വരണമായിരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം തന്നെ പല മീറ്റിങ്ങിലും ഒറ്റയ്ക്കും പറഞ്ഞ കാര്യമാണ് ഞാനീ പറയുന്നത്. നീ ചത്തുപോയില്ലല്ലോ, നീ വരണമായിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ കാര്യത്തിൻ്റെ പ്രാധാന്യം ഗുരു പറയുകയാണ്. ഇവിടെ ഇതിനകത്ത് കയറി കഴിയുമ്പോൾ ഇവിടെ പിന്നെ ബിസിനസ് ചെയ്യാനും പിന്നെ ഓൺലൈനിൽ ഓഫീസിൽ വർക്ക് ചെയ്യാനും അല്ല ഇതിനകത്ത് വരുന്നത്. അങ്ങനെ വരുന്നവരിവിടെ വരണ്ട. അപ്പം ചോദിക്കും, താനാരാ അങ്ങനെ പറയാനുണ്ട്? ആരെങ്കിലും പറയണ്ടേ? അതുകൊണ്ട് ഞാൻ പറയുക. ഞാൻ പറയാനുമില്ല. എങ്കിലും ആരെങ്കിലും ഒരുത്തം വേണമല്ലോ ഒരു തോന്നിയാസം പറയാൻ. ഇതിനകത്ത് കയറുമ്പോൾ ഇതിനകത്തുള്ള ആ മഹിമയായ ഈ അന്തരീക്ഷത്തിനെ പ്രയോജനപ്പെടുത്താൻ വേണം ശ്രമിക്കേണ്ടത്. അല്ലാതെ മറ്റവനെ വിളിച്ച് വഴക്ക് പറയാനും ആഫീസിൽ വർക്ക് ചെയ്ത് പണം ഉണ്ടാക്കാനും ഒന്നുമല്ല. പണം ജീവിക്കാൻ വേണം, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടെയും വന്നിരുന്ന് ഇതിൽ കൂടെ വർക്ക് ചെയ്യാനാണെങ്കിൽ ഇവിടെ എന്തിനാണ് വന്നത്? വീട്ടിലിരുന്നാൽ പോരെ. ഇവിടെ ആരെങ്കിലും പിടിച്ച് തല്ലിയ ഇവിടെ വന്നില്ലെങ്കിൽ ശിക്ഷിക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഗുരു ആരോടും അങ്ങനെയൊന്നുമില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് അതാണ് ഗുരു പറഞ്ഞ മതബോധമില്ല എന്ന്. ഒരു മുസ്ലിം അവൻ്റെ കയ്യും അവൻ്റെ ദേഹശുദ്ധിക്ക് അവർക്കൊരു ചിട്ടയുണ്ട്. അവൻ അതൊക്കെ ചെയ്തിട്ട് അവന് നിസ്കാര പള്ളിയിലകത്ത് കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് നമ്മൾ പോയെന്ന് നോക്കണം. ഒരു മുസ്ലിം അപ്പം അതേ കുറേ പേര് അങ്ങനെ ചെയ്യുന്നു, കുറേ പേര് ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. കുറേ പേര് വളരെ പിന്നെ വിഡ്ഢിത്തരങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് വേറെ കാര്യമാണ്. എൻ്റെ അടിസ്ഥാനപരമായ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിപ്പോൾ നമ്മുടെ വിശ്വാസികളെന്നും പറഞ്ഞ് വെള്ളയും ഇട്ട് കുംഭവും എടുത്ത് ദീപവും എടുത്ത് നടക്കുന്നവരൊക്കെ നല്ല കാര്യങ്ങളാണ് സംസാരിക്കുന്നതും ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതുമാണോ? എന്തു പറയുന്നു? നമ്മൾ പറ. നമ്മളൊക്കെ വളരെ ഉത്തമ പുരുഷ സർവനാമമായിട്ട് ജീവിക്കുകയാണ്. മക്കളെവിടെ ഇരുന്നോ? ഒന്നുമില്ല. അതുകൊണ്ട് ഒരു സമൂഹത്തിനെ കണ്ടുകൊണ്ട് ആചാര്യനെ വിലയിരുത്തരുത്. അത് ശരിയായ നടപടിയല്ല. രോഗികൾ വാർഡിൽ പോയി നോക്കിയിട്ട് രോഗികൾ കിടക്കുന്നു, കാല് മുറിഞ്ഞ് കിടക്കുന്നു, അമ്മ അയ്യോ എന്ന് വിളിക്കുന്നു. ഒരുത്തന് നെഞ്ചുവേദന എന്ന് പറയുന്നു, ഒരുത്തന് വ്രണം കിടക്കുന്നു, അത് കഴുകിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് പോയി. ഇതൊരു നല്ല സ്ഥലമല്ല, ഇത് നമുക്ക് പറ്റിയല്ല എന്ന് പറഞ്ഞ് ആശുപത്രിയിൽ നിന്ന് അങ്ങ് പോകും. ആശുപത്രിയിൽ പോകണ ഡോക്ടറെ കാണാനാ. രോഗികളെ കണ്ട ആ നിലയ്ക്ക് മനസ്സിലാക്കണം. എന്നെ പോലെയുള്ള ഒരുത്തനാണ് വന്ന് കിടക്കുന്നത്, എൻ്റെ അവസ്ഥ ഇത് തന്നെ. പക്ഷേ നമ്മൾ അവൻ്റെ മഹിമ മനസ്സിലാക്കണമെങ്കിൽ ഡോക്ടറെ കാണണം. ആ ഡോക്ടറെ മഹിമയാണ് ആശുപത്രിയിലെ മഹിമ. അവിടെ കിടക്കുന്ന രോഗികളും അതിൻ്റെ വെളിയിൽ കിടക്കുന്നതും അവിടെ സ്ട്രെച്ചർ തള്ളിക്കൊണ്ട് പോകുന്നതിനും
അവൻ വെള്ളമടിച്ച് കിറുങ്ങിയായിരിക്കും ഇരിക്കുന്നത്. ഇത് എത്ര അള്ളിക്കൊണ്ടോ മിക്കവാറും ആശുപത്രിയിൽ അങ്ങനെയാവും. പക്ഷെ അതൊന്നും കാണാനില്ല, നമ്മൾ ഡോക്ടറെ പോയി കാണണം. അതൊരു വിലയിരുത്തലാണ്. അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിതൊന്നും അറിഞ്ഞൂടെന്ന് മാത്രമല്ല, അറിഞ്ഞൂടാന്നുള്ളതും അറിഞ്ഞൂടാ. അതാണ് നമ്മുടെ കുഴപ്പം. അറിഞ്ഞൂടാന്നെങ്കിലുള്ള ബോധം വേണ്ടേ? അപ്പം ഈ സോക്രട്ടീസ് പറഞ്ഞ പോലെ അറിഞ്ഞൂടാന്നുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവെന്ന്. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിക്കണം. ഇങ്ങനെയുള്ള അതാണ് ഒരു പല ഭാഗത്തും പറഞ്ഞിട്ടുണ്ട്. സമൂഹത്തിലെ ഏറ്റവും കേടുകെട്ട ജന്മങ്ങളെയാണ് ഞാനിവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നതെന്ന് ഒരു സമയത്ത് പറഞ്ഞത്. ഇവർ നന്നായാൽ ലോകം നന്നാകുന്ന. നമ്മൾ നല്ലവരെന്നും വിചാരിക്കരുത്. നമ്മളെ ഈ വെള്ളയും വസ്ത്രത്തിൻ്റെ വെള്ളയാണ്. നമ്മുടെ ഉള്ള് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മാത്രം അറിയാമെന്നുള്ള കാര്യം അല്ലേ? എന്ത് പറയുന്നു നമ്മൾ? അപ്പം അതുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്ത് വന്നതിൻ്റെ ക്ഷീണമാണ് ഇവർക്കൊക്കെ. രാത്രിയൊക്കെ യാത്ര ചെയ്ത് വന്നതിൻ്റെ അതിൻ്റെ ക്ഷീണമുണ്ട്. ഇപ്പം നമ്മൾ സത്സംഗമായിട്ട് ഇവിടെ എന്നും നടത്തുന്നു. പലരും വന്ന് സംസാരിക്കുന്നു. 1979 ഞാനിവിടെ വന്ന് ഞായറാഴ്ചയായിട്ടൊക്കെ വരുമ്പോൾ പിന്നെ കുറച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ ഇവിടെ നിന്ന്, അപ്പോൾ ഗുരു പറഞ്ഞ് ഇവിടെ വരുന്നവർ എന്നെ കാണുന്നതിന് മുമ്പ് നിങ്ങൾ അവരെ വിളിച്ചിരുത്തി എന്തെങ്കിലും ഒന്ന് സംസാരിക്കണം എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. ഇവരോട് എന്തെങ്കിലും ഒന്ന് സംസാരിച്ചിട്ട് വേണം എൻ്റെ അടുത്ത് വിളിച്ചുകൊണ്ട് വരാനെന്ന്. അപ്പം അതങ്ങനെ തുടർന്ന് വന്ന് ആ മണലിലിരുന്ന് ഓലപ്പന്തലിലിരുന്ന് സംസാരിച്ച് പിന്നെ ഗുരു യാത്ര ചെയ്യുമ്പോൾ കൂടെ പോകുമ്പോഴും ഗുരു ഇത് പറയും. രാവിലെയൊക്കെ ആളുകൾ വരും, 6 മണിക്കൊക്കെ വരും ചിലടുത്ത ആളുകൾ ഗുരുവിനെ കാണാൻ. ഇപ്പോൾ ഗുരു പറയും അവരോട് സംസാരിച്ചോന്ന് ചോദിക്കും. അങ്ങനെ പല ഇപ്പം കോഴിക്കോട്ടായാലും കണ്ണൂരായാലും പാലക്കാടായാലും അങ്ങനെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ യാത്രയ്ക്ക്. അപ്പോൾ ഗുരു കാണുന്നത് ഗുരു സ്വസ്ഥമായി ഇരിക്കുമ്പോഴേ ഗുരു വിളിക്കും. പക്ഷെ അതിനു മുമ്പ് നമ്മൾ ഇവരോട് സംസാരിക്കണമെന്ന് പറയും. അങ്ങനെ പാലക്കാട് അനവധി ആഴ്ചകൾ ഗുരു പോയി താമസിച്ചിട്ടുണ്ട്. അന്ന് ഈ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ വീട്ടിലാണ് ഗുരു താമസിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ പർണശാല കേട്ട് ഈ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ ഒരു മൈക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ ആളുകൾ വന്ന് കൂടും, 100-100 പേരൊക്കെ കാണും. അപ്പോൾ അവരോട് സംസാരിക്കും. ആശുപത്രിയുടെ കല്ലിടാൻ പോയപ്പോഴും അങ്ങനെ തന്നെ, ആശുപത്രി ഉദ്ഘാടനത്തിന് പോയപ്പോഴും അങ്ങനെ ഏറെ ദിവസം ഗുരു അവിടെ താമസിച്ചു. അപ്പോൾ അകത്തിരുന്ന് നമ്മൾ ഈ സംസാരിക്കുന്നത് ഗുരു കേൾക്കും. എന്നിട്ട് ഇതിൽ വല്ല തിരുത്തുണ്ടെങ്കിൽ ഗുരു അത് പറയും. അങ്ങനെ ഓരോ സന്ദർഭത്തിലും ഗുരു ഇടപെടേണ്ട സമയത്ത് ഇടപെട്ട് തിരുത്തും. ഈ ജയന്തിയുടെ മുന്നോടിയായിട്ടൊരു ആലോചന യോഗം പണ്ടേ കൂടും, എല്ലാവരെയും വിളിച്ചു കൂട്ടും. ഇപ്പോൾ അപ്പുറത്ത് മുറിയിൽ ഗുരു ഇരിക്കും ഷെഡിൽ, അതിൻ്റെ തൊട്ട് വെളിയിൽ വെച്ചാൽ ഈ ആലോചനാ യോഗം. ഗുരുവിനകത്തിരുന്ന് കേൾക്കാം, സംസാരിക്കുന്നില്ല. അപ്പോൾ അന്ന് കൊല്ലത്തുനിന്നൊരു സാറ് വന്നിരുന്ന്, അദ്ദേഹത്തിന് ഇവിടെ ഇരിക്കുന്നവർക്കൊന്നും അറിഞ്ഞുകൂടാ, ഭാസ്കരപിള്ള എന്ന് പറയും. ഒരു 6 അടി കൂടുതൽ പൊക്കമുണ്ട്. ഇംഗ്ലണ്ടിലൊക്കെ പോയിട്ടുള്ള അവിടെയൊക്കെ എന്തൊക്കെ ചെയ്തിട്ട് വന്ന ആളാണ്. വലിയ ഒരു ടിമ്പർ ഡിപ്പോയും സ്ഥലത്തെ ഒരു പുലിയാണ് അദ്ദേഹം. കൊല്ലത്തെ സംസാരമൊക്കെ ഇങ്ങനെ ഈ അമിതാഭ് ബച്ചൻ സംസാരിക്കും പോലെയുള്ള സൗണ്ടാണ്. അപ്പം വെളിയിൽ ഇങ്ങനെ ആലോചനയും കൂടി ഇരിക്കുക, ഗുരുവാകത്തിരിപ്പം. അപ്പം എല്ലാവരും കൂടി അങ്ങനെ നമുക്ക് ഭംഗിയായിട്ട് ജയന്തി നടത്തണം, എല്ലാവരും കഴിവുള്ളവരൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഈ സാറ് എണീറ്റ് പറഞ്ഞു, ഞാൻ ഇത്ര രൂപ എഴുതിക്കുമെന്ന് പറഞ്ഞു.
അന്ന് 5000 ഒന്നും അങ്ങനെ എന്തോ പണ്ടല്ലേ. ഇങ്ങനെ പറഞ്ഞ് ഒരു ഏതാനും മിനിറ്റ് കഴിഞ്ഞപ്പം ഗുരു ഇങ്ങനെ ഇറങ്ങി വന്നു. ആ വാതിൽ തുറന്ന് ഗുരു ഇനി വന്നു. എന്നിട്ട് ഗുരു പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പറയരുത്, അങ്ങനെ തുകയൊന്നും പറയണ്ട, നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അങ്ങ് തിരിഞ്ഞാൽ മതി, അങ്ങനെ തുകയൊന്നും പറയണ്ട എന്ന് ഗുരു പറയുക. എന്നിട്ട് ഗുരു പറഞ്ഞ ആ തുക പറഞ്ഞാൽ കുറഞ്ഞു പോകും എന്ന് പറയുക. ഗുരു തുക പറഞ്ഞാൽ കുറഞ്ഞു പോകും. ഓരോരുത്തരും എന്തൊക്കെ ചെയ്യുന്നെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാ, എനിക്കേ അറിയാവൂ. ഓരോരുത്തരും ഇവിടെ എന്തൊക്കെ ചെയ്യുന്നെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞിട്ട് ഗുരു തിരിച്ചങ്ങ് പോയി. അപ്പം നമ്മൾ തുക ഇങ്ങനെ പറയണ്ടെന്നാണ് ഗുരു പറഞ്ഞു. ഈ തുക പറഞ്ഞ് അല്ല ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ കോഴിക്കോട്ട് വിശ്വജ്ഞാന മന്ദിരം കെട്ടി. ഇത് കെട്ടാൻ കഴിവുള്ള ആളുകളുമില്ല അവിടെ ഉണ്ട്, പണക്കാർ അവിടെ എങ്ങോരുമില്ല. പക്ഷേ രാത്രി, പകല് വെയിലായതുകൊണ്ട് രാത്രി പോയി കൊച്ചും കുട്ടിയും അമ്മയും മക്കളും എല്ലാം കൂടെ കെട്ടിക്കുഴിച്ച് മണ്ണൊക്കെ ചുവന്ന് എല്ലാം ചെയ്ത് ചിട്ടി പിടിച്ചും പണയം വെച്ചും ഒക്കെ ലോണെടുത്തും ഒക്കെയാണ് അത് പൂർത്തിയാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് ഓരോരുത്തരും എന്ത് ചെയ്തെന്ന് നമുക്കറിയാമോ? ഇത് മൊത്തം അറിയാമെന്നുള്ളത് ഗുരുവിന് മാത്രമാണ്, ആരൊക്കെ എന്ത് ചെയ്തെന്ന്. അപ്പം നമ്മൾ ആരെയും വിലയിരുത്തണ്ട. ഒരു മനുഷ്യൻ വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. വിശ്വാസി സമൂഹത്തിൽ ഒരുപാട് പേരുണ്ട്. ഒരാളിവിടെ അടുത്തുള്ള ഒരാൾ ഇത്രയും വലിയൊരു തട്ടം, അതിൽ നാണയങ്ങളും ഒക്കെ നോട്ടുമൊക്കെ ഇട്ടിട്ട് അങ്ങനെ പിടിച്ചോണ്ട് വരെ ഗുരുവിൻ്റെ മുമ്പേ സമർപ്പിക്കാൻ. അപ്പോൾ ഗുരുവിന് ഇത് കണ്ടപ്പോൾ മുഖമൊന്നും വല്ലാത്തൊരു ഭാവം ഗുരുവിൻ്റെ മുഖത്ത് വന്നു. ഗുരു ഒന്നും മിണ്ടിയില്ല. പിന്നീട് ഗുരു പറഞ്ഞ ഇത് ഇങ്ങനെയല്ലടാ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു. കാരണം ഈ നിൽക്കുന്ന എല്ലാവരും കാണാൻ കൂടെ ആയിട്ടാണ് അയാൾ ഇതിങ്ങനെ ഇട്ടുകൊണ്ട് വന്നത്. ഇത്രയും വലിയ ഒരു സംഭവം. അപ്പോൾ അവർ പിന്നെ വേറെയും പലതുമൊക്കെ ചെയ്ത് ഒരു കുടുംബമാണ്. ഞാൻ പറയുന്നത് നമുക്കൊക്കെ ഒരു അബദ്ധം പറ്റാതിരിക്കാനാണ്. നമുക്ക് പല അബദ്ധവും പറ്റും. ഒരു സിംഹാസനം പണിഞ്ഞു ഗുരുവിന്, സിംഹാസനം. ഒരു കിരീടം പണിഞ്ഞു സ്വർണത്തിൽ, മുത്തൊക്കെ പതിച്ചു, സ്റ്റോണൊക്കെ. ഇതൊന്നും ഗുരുവിനോട് ചോദിച്ചിട്ടല്ല ചെയ്യുന്നത്. എന്നിട്ട് ഈ കിരീടം കൊണ്ടുവന്നില്ല, ഗുരുവിൻ്റെ മുമ്പ് കൊണ്ടുവന്നു. ഈ കിരീടം ഗുരുവിൻ്റെ തലയിൽ വയ്ക്കണം. അന്നും ഗുരു വല്ലാതങ്ങ് വിഷമിച്ചിരുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു. പിന്നെ അനന്തരം നടന്ന സംഭവങ്ങൾ പറഞ്ഞാൽ നമ്മൾ ഭയന്നു പോകും. അടുത്ത് തന്നെ വീട്. ഇത് ഞാൻ പറയുന്നത് ഗുരുവിനൊന്നും കൊടുക്കരുതെന്ന് പറയാനല്ല. നമ്മൾ എല്ലാം ഗുരുവിന് കൊടുക്കണം. നമ്മുടെ അധ്വാനത്തിൻ്റെ ഭാഗമെല്ലാം ഗുരുവിന് കൊടുക്കണം. നമ്മുടെ അധ്വാനവും ഗുരുവിന് വേണ്ടി ചെയ്യണം. നമ്മുടെ ജീവനും ഗുരുവിന് വേണ്ടി സമർപ്പിക്കണം. എല്ലാം ചെയ്യണം. പക്ഷേ നമ്മൾ വലിയ വലിയ സമർപ്പണങ്ങൾ ചെയ്യുമ്പോൾ ഗുരുവിനോട് ചോദിക്കണം. നമ്മളൊരാളിന് കടം കൊടുക്കുമ്പോൾ ഒരു സാധാരണ ഗതിയിലില്ലാത്ത ഒരു എമൗണ്ടാണ് ഈ ഗുരുവിനടുത്ത് ചോദിച്ചിട്ടേ കൊടുക്കാവൂ. ഇവിടെ പലരെ അനുഭവം കൊണ്ട് ഞാൻ പറയാം. പിന്നെ ഇവിടെ വരാതായി പോയവരുണ്ട് കടം കൊടുത്തിട്ട്. ഇവിടെ കിടന്ന് വഴക്കൂടിയവരുണ്ട്. പിന്നെ അകത്ത് കിടന്ന് ലഹള കടം കൊടുത്തിട്ട്. അത് നമ്മൾ ആത്മബന്ധുവിനാകട്ടെ, മറ്റൊരാളിനാകട്ടെ, അതല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾക്കാകട്ടെ,
കൊടുക്കരുതെന്നല്ല, ഗുരുവിനെ അറിയിച്ചിട്ടേ ചെയ്യാവൂ. ഒരുപാട് സംഭവങ്ങളുണ്ട് അതിൻ്റെ പിന്നിൽ. നമ്മൾ പിന്നെ ഗുരുവിനെ ഉപേക്ഷിച്ച് കളയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വിഷമം വരുമ്പോൾ ഗുരുവിനെ വിട്ട് കളയും. നമ്മൾ ഗുരുവിനെ പിടിച്ചു നിൽക്കുക എന്നുള്ളതല്ലേ നമ്മുടെ ഏറ്റവും പ്രഥമമായ ആഗ്രഹം. അത് ഒപ്പവും. കാരണം ഈ ധനം എന്ന് പറയുന്നത് വളരെ കുഴപ്പം പിടിച്ച ഒരു സംഭവമാണ്. അതിനെ നേരെ ഉണ്ടാക്കുകയും നേരെ സൂക്ഷിക്കുകയും നേരെ ചെലവാക്കുകയും ചെയ്തില്ലെങ്കിൽ ഇവൻ നമുക്ക് വലിയൊരു ശത്രുവായി മാറും. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ധനം കൈകാര്യം ചെയ്യുന്നത് അപകടം പിടിച്ച ഒരു കാര്യമാണ്. അതുണ്ടാക്കാനും ദുഃഖം, അത് സൂക്ഷിക്കാൻ ദുഃഖം, അത് ചെലവ് കഴിയുമ്പോൾ ദുഃഖം. ഇതാ ധനം. അങ്ങനെ ഇവർ കിരീടമൊക്കെ സമർപ്പിച്ച് ആദ്യമേ ഇവർ വന്നപ്പം ഗുരു പറഞ്ഞു, നിങ്ങൾക്കുള്ളതെല്ലാം പോകും, പാപ്പരായി പോകും, പിന്നീടെല്ലാം ഉണ്ടായി വരും, നിങ്ങൾക്ക് സഹിച്ച് നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഗുരു വന്നപ്പോൾ. ഞങ്ങളെല്ലാം സഹിക്കാം ഗുരു എന്ന് പറഞ്ഞു. അങ്ങനെ ബിസിനസ് നടത്തുന്നവരെല്ലാം പോയി. അതിനു മുമ്പാണ് ഇതൊക്കെ ചെയ്തത്. അവരുടെ മനസ്സിലെന്ത് തോന്നിയെന്ന് അറിഞ്ഞൂടാ. ഇങ്ങനെ സമർപ്പണം നടത്തുമ്പോൾ എന്തോ ഒരു ഉള്ളിൽ ഉദ്ദേശം കാണുമല്ലോ. അവസാനം അവരെല്ലാം പോയി, ഗുരുവിനെ വിട്ടുപോയി. ഒരാളിപ്പോൾ ചെറിയ മാനസിക രോഗം പോലെ ദർശന കാര്യങ്ങൾ, ദേവിയെ കാണാം, ശിവനെ കാണാം, കൃഷ്ണനൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അടുത്ത് നിന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ ഒക്കെ ഇട്ടിരുന്നു. ഞാനിത് പറഞ്ഞത്, നമ്മൾ എല്ലാം ചെയ്യാം, പക്ഷേ നമ്മൾ ഗുരുവിൻ്റെ വാക്ക് എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളിലെല്ലാം വേണം. ദൈനംദിന ജീവിതത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. രാവിലെ കഴിക്കുമ്പോൾ പുട്ടുണ്ടാക്കണോ ദോശ ഉണ്ടാക്കണോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കാം. പക്ഷേ പൊതുവെ ആളുകൾ ഉള്ളി പൊളിക്കുമ്പോൾ അതിൻ്റെ പുറം തൊലി മാത്രം പൊളിച്ചാൽ മതിയോ ഗുരുവേ, അത് അകത്തെ തൊലി കൂടെ പൊളിക്കണമെന്ന് വന്ന് ഗുരുവിനോട് ചോദിക്കും. അത്ര അനുസരണയുള്ള ഭക്തനാണ്. മോളെ മോൻ്റെ കല്യാണം വരുമ്പോൾ അവരെ ഇഷ്ടം പോലെ ചെയ്യും. ഇതാണ് പൊതുവേ ഞാൻ കാണുന്ന ഒരു ഭക്തിയുടെ ബഹിർസ്ഫുരണമായിട്ട് കാണുന്നത്. ഇതെന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ള ഗുണം പിടിക്കുന്ന കാര്യം വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യും. എത്ര പേരോട് ഗുരു പറഞ്ഞ്, വിവാഹത്തിൻ്റെ നിങ്ങളുടെ മക്കളുടെ കാര്യം വരുമ്പോൾ എന്നോടൊരു വാക്ക് ചോദിച്ചിട്ടേ ചെയ്യാവൂന്ന്. പക്ഷേ അത് വന്നപ്പോൾ ആ കാര്യം മാത്രം അവരവരെ ഇഷ്ടത്തിന് ചെയ്തു. അങ്ങനെ പിന്നെ ഇവിടെ വരാതായി പോയവരുമുണ്ട്. അങ്ങനെ അനവധിയാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഈ വിവാഹബന്ധം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും പെൺകുട്ടികളെ അന്യാധീനപ്പെട്ടു പോയാൽ വലിയ പാടാണ്. പിന്നെ അത് നമുക്ക് വലിയ വേദനയുമായിരിക്കും. അതൊരു വശത്ത്. പിന്നെ അങ്ങനെ വരാൻ കാരണം എന്തെന്നൊക്കെ ഉള്ളത് ഗുരുവിന് മാത്രം അറിയാമെന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്കൊരു മോചനവും ഒരു രക്ഷപ്പെടലും വേണം. അതിനാണ് നമ്മളുടെ പ്രാർത്ഥന. ഇതൊക്കെ സംഭവിക്കാതിരിക്കാനും സംഭവിച്ചാലും രക്ഷപ്പെടാനും ഒക്കെ ഉള്ളൊരു പ്രാർത്ഥന നമുക്കുണ്ടാകണം. അതിനുവേണ്ടിയാണ് നമുക്ക് ഓരോരോ പ്രത്യേക പ്രാർത്ഥനകൾ തന്നിരിക്കുന്നത്. അപ്പം ഈ നമ്മളുടെ പ്രാർത്ഥന കൊണ്ട് സംഭവിക്കണമെന്നാണ് ഗുരു പറയുന്നത്. പ്രാർത്ഥന കൊണ്ടേ ആകാവൂ എന്നാണ് ഗുരു പറയുന്നത്. നമ്മുടെ പ്രാർത്ഥന കൊണ്ട് കാര്യങ്ങൾ സംഭവിക്കണമെന്ന്. അതെന്തിനാണ് ഗുരു അങ്ങനെ തറപ്പിച്ച് പറയുന്നത്? എന്തിനാണ്? നമുക്കൊരു അവകാശം ഉണ്ടാവാനാണ്. തലമുറയായിട്ട് നമുക്കൊരു അവകാശം ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് ഗുരു അങ്ങനെ പറയുന്നത്. എൻ്റെ കൂടെ പ്രാർത്ഥന കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് നമ്മുടെ മനസ്സിനൊരു കുളിർമ വരണമെന്നാണ്. അഹങ്കാരം വരണമെന്ന് ഗുരു പറഞ്ഞില്ല. ഞാൻ ചെയ്താലേ ശരിയാവൂ എന്നുള്ള ബോധം ആർക്കും ഉണ്ടാവാൻ പാടില്ല എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്.
ഇപ്പോൾ അതിന് ചെറിയ ബുക്കാണ്, എന്നുവെച്ചാൽ പേജുകളുമുണ്ട്. നിങ്ങൾ എല്ലാവരെയും വീട്ടിൽ കാണുമെന്നാണ് വിചാരിക്കുന്നത്. ആത്മീയതയിൽ നാം അറിയാത്ത രഹസ്യം. ഈ ബുക്ക് നമ്മൾ വാങ്ങിക്കണം, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കൂടെ കൊണ്ടുപോകണം, എല്ലാം ചെയ്യണം. എന്തുകൊണ്ടാണ്? നമുക്ക് ചില നല്ല കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം മറ്റു ചില കാര്യങ്ങളോട് കണ്ണടയ്ക്കുന്ന ഒരു സ്വഭാവം ഇവിടെ ചിലർക്കുണ്ട്. ഞാൻ കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇത്രയൊക്കെ കഴിയാനാകും വിധം ചെയ്തിട്ടുണ്ട്, അതിനെ നശിപ്പിക്കരുത്. എത്ര മനോവേദനയോടെ ആയിരിക്കും ഗുരു ഇത് പറഞ്ഞത്. ചീത്തയാക്കാൻ എളുപ്പം കഴിയും, ഉണ്ടാക്കാൻ പ്രയാസമാണ്. കുറേ ആളുകളുടെ പ്രയത്നഫലമാണിതൊക്കെ. ഏതിനെയും നിസ്സാരമായി കണ്ട് പെരുമാറുന്നവർ ഇവിടെ നിൽക്കാൻ കൊള്ളുന്നവരല്ല. ഒരു ദിവസമേ ഇവിടെ നിൽക്കാൻ കഴിയുന്നുള്ളൂ എങ്കിലും നിങ്ങളുടെ വിയർപ്പ് ഇവിടെ വീഴണം. അത്ര തൂക്കത്തോളം നിങ്ങളുടെ കുറവ് അഴിഞ്ഞു പോകും. ഞാൻ പ്രവർത്തിക്കുന്നത് മാത്രമേ ശരിയാകൂ എന്ന ഭാവം ആർക്കും നല്ലതല്ല. ഇങ്ങനെ ഓരോ വിഷയങ്ങളും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വരുന്ന എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടി ഗുരു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഗുരുവാണി വായിക്കാത്തതുകൊണ്ടാണ് നമ്മൾ വല്ലവരും പറയുന്നത് കേട്ട് നമ്മൾ തെറ്റിദ്ധരിച്ച് അബദ്ധ സഞ്ചാരം ചെയ്തു പോകുന്നത് ഗുരുവാണി വായിക്കാത്തതുകൊണ്ടാണ്. ഗുരുവാണി വായിച്ചാൽ എല്ലാത്തിനും മറുപടി ഉണ്ട്. നമുക്ക് ആശ്വാസവും ധൈര്യവും സന്തോഷവും എക്കാലവും നമ്മുടെ മനസ്സിന് കുളിർമ വരുന്ന വാക്കുകളും ഗുരു പറഞ്ഞിട്ടുണ്ട്. ഓരോ സന്ദർഭം അനുസരിച്ചാണ് ഗുരു പറയുന്നത്. ഉദ്ധവരെ പോലെയോ ഗോപസ്ത്രീകളെ പോലെയോ മുക്തിക്ക് അവകാശപ്പെട്ട് വന്നിരിക്കുന്നവരാണ് നിങ്ങൾ. എന്ത് വാക്കുകളാണിതെന്നുള്ളത് നമ്മൾ വീട്ടിൽ പോയിരുന്നൊന്ന് ആലോചിക്കണം. നമ്മുടെ ഗുരു പറഞ്ഞതാണ്. എന്താണ്? ഉദ്ധവരെ പോലെയോ ഗോപസ്ത്രീകളെ പോലെയോ മുക്തിക്ക് അവകാശപ്പെട്ട് വന്നിരിക്കുന്നവരാണ് നിങ്ങൾ. ഇപ്പോൾ മനസ്സിലായ നമ്മുടെ കഷ്ടപ്പാട് എന്തുകൊണ്ടാണെന്ന്. സ്വർണമെന്ന് പറയുന്നത് ആയിരെന്ന് പറയും, ഓറ്. എല്ലാ ലോകങ്ങളും അങ്ങനെയാണ്. കുഴിച്ചെടുക്കുമ്പോൾ ഓറായിട്ടാണ് എടുക്കുന്നത്. അതിൻ്റെ അസംസ്കൃത സാധനത്തിൻ്റെ പേരാണ് ഓറെന്ന് പറയും, അയിര്. ഇപ്പോൾ ഒരു ലോറിക്കകത്തുള്ള അയിര് നമ്മൾ ശുദ്ധീകരിച്ചെടുക്കുമ്പോൾ ചിലപ്പം 10 ഗ്രാം സ്വർണം കിട്ടിയെന്നേ ഇരിക്കും, ഇല്ലേ? ചിലപ്പോൾ 10 ഗ്രാം കിട്ടും, ചിലപ്പോൾ 100 ഗ്രാം കിട്ടും. അത് ആ അയിരിൻ്റെ പിന്നെ ക്വാളിറ്റി പോലെ ഇരിക്കും സ്വർണം. ഇപ്പം നമ്മൾ ഓരോ മനുഷ്യരും അസംസ്കൃത സാധനമായിട്ടാണ് ഗുരുവിൻ്റെ അടുത്ത് വരുന്നത്. ഇതിനെ സംസ്കരിച്ചെടുക്കുകയാണ് ഗുരു. ഇപ്പം നമ്മളുടെ ആ ഒരു ജീവൻ്റെ ക്വാളിറ്റി, അതിൻ്റെ കരമഹിമ അനുസരിച്ച് ഇത് ശുദ്ധീകരിച്ചെടുക്കുമ്പം കിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് അഴുക്ക് നിറഞ്ഞ ഒരു ഓറാണെങ്കിൽ അത് ശുദ്ധീകരിക്കാൻ കൂടുതൽ സമയമെടുക്കും, പ്രോസസ്സ് കൂടുതൽ വേണ്ടി വരും. അപ്പോൾ നമ്മൾ വിചാരിക്കും അയാൾ വന്ന് 5 വർഷം അയാളുടെ കാര്യമെല്ലാം സാധിച്ച് അത് അയാൾ നടക്കണം തിരിച്ചോണ്ട്. ഞാൻ വന്നിട്ട് 25 വർഷമായി ഇതാ കട്ടയടിച്ച് കിടക്കണം. പ്രോസസ്സ് ഒരുപാട് വേണം നമുക്ക് അറിഞ്ഞൂടല്ലോ. പക്ഷേ ഗുരു ഇല്ല. ഗുരു എന്താ പറഞ്ഞിരിക്കുന്നത്? ഉദ്ധവരെ പോലെയോ ഗോപസ്ത്രീകളെ പോലെയോ മുക്തിക്ക് അവകാശപ്പെട്ട് വന്നിരിക്കുക. അവകാശമുണ്ട്, കിട്ടണ്ടേ? ഇപ്പോൾ ഹാൾ ടിക്കറ്റ് തന്നു ഗുരു, എല്ലാവർക്കും ഹാൾ ടിക്കറ്റ് കൊടുത്തു പരീക്ഷ എഴുതാൻ. പരീക്ഷ ഹാളിൽ ചെന്നിരുന്ന് പരീക്ഷ എഴുതി. പരീക്ഷ എഴുതുന്നതനുസരിച്ചല്ലേ മാർക്ക് കിട്ടൂ. ഇപ്പം നമുക്ക് അവകാശമുണ്ട്. ഒരു ഹാൾ ടിക്കറ്റ് ചെന്നപ്പം പരീക്ഷ എഴുതാൻ അവകാശമായി. ഗുരു അറ്റൻഡൻസ് ഉള്ളവനും
തീസിസ് കൊടുത്തവനും കൊടുക്കാത്തവനും ഒക്കെ ഹാൾ ടിക്കറ്റ് കൊടുത്തേ. ഇനി ഞാൻ ഹാൾ ടിക്കറ്റ് തന്നില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ പരീക്ഷ എഴുതാതിരിക്കണ്ട. നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നല്ലോണം പരീക്ഷ എഴുതാം. പക്ഷേ ഗുരുവിൻ്റെ കാര്യത്തിൽ കൊണ്ടുവച്ചെഴുതാനും ഒന്നും പറ്റില്ല. ഇപ്പോൾ ഹാൾ ടിക്കറ്റ് കിട്ടി നമ്മൾ സന്തോഷിച്ച് ചാടിപ്പോയി. അപ്പം അകത്ത് കയറാൻ എന്താ യൂണിഫോം വേണമല്ലേ? പള്ളിക്കൂടത്തിൽ ഒക്കെ യൂണിഫോം ഇട്ടല്ലേ പരീക്ഷ എഴുതാൻ നോക്കൂ. അപ്പോൾ നമുക്ക് ഗൃഹസ്ഥാശ്രമിയുടെ യൂണിഫോം തന്ന്, കുറച്ച് പേർക്ക് സന്യാസിയുടെ യൂണിഫോം കൊടുത്ത്, കുറച്ച് പേർക്ക് ബ്രഹ്മചാരിയുടെ യൂണിഫോം കൊടുത്ത്. ആരും ഇതൊക്കെ ചെന്ന് പറഞ്ഞ് കുഴപ്പമുണ്ടാക്കല്ലേ? നമ്മൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുമ്പോൾ നിങ്ങളെങ്കിലും ചെന്ന് പറയരുത്, വെളിയിലും ചെന്ന് പറയരുത്. ഇതിനകത്ത് ഇരിക്കുന്നതുകൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. ഇവിടെ ഇരിക്കുമ്പോൾ അപ്പം നോക്കിക്കോളൂ എന്നുകൊണ്ട് വെളിയിൽ ചെന്ന് പറഞ്ഞാൽ കുഴപ്പമാകും. അപ്പം പല യൂണിഫോം തന്ന പരീക്ഷ എഴുതാൻ ഹാൾ ടിക്കറ്റും തന്നു. ഇനി എഴുതും പോലെ ഇരിക്കും. ഇനി ആരായിരുന്നാലും ശരി, പരീക്ഷ എഴുതുമ്പോലെ മാർക്ക് കിട്ടും. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഒരു ഉദ്ധവരെ പോലെയോ ഗോപശ്രീകളെ പോലെയോ മുക്തിക്ക് അവകാശപ്പെട്ടു വന്നിരിക്കുന്നവരാണ് നിങ്ങൾ. ശരിയാ, നിങ്ങൾക്ക് അതിനേക്കാൾ എത്രയോ എളുപ്പം. ബുദ്ധവരെയും ഗോപശ്രീകളെയും പോലെ അത്ര കഷ്ടപ്പെടേണ്ടെന്ന്. നിങ്ങൾക്ക് അതിനേക്കാൾ എത്രയോ എളുപ്പം. ഇതാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എളുപ്പമാണ്. എന്താ? ഗുരുവിൻ്റെ വാക്കിനനുസരിച്ചാൽ മതി, എളുപ്പമാണ്. പക്ഷേ വാക്കിനനുസരിച്ച് ജീവിച്ചു പോകുമ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അച്ഛൻ ബാങ്കിൽ രൂപ ഇട്ടിട്ട് ഒരു അച്ഛൻ മരിച്ചു. 5 കോടി രൂപ ഇട്ടിട്ടുണ്ട് ബാങ്കിൽ. വേറൊരു അച്ഛൻ 5 കോടി രൂപ വീടും പെരേടും എസ്റ്റേറ്റും ഒക്കെ കൂടെ പണയം വെച്ചെടുത്തു. 2 അച്ഛന്മാരും മരിച്ചു. എന്ത് സംഭവിക്കും? അനന്തരാവകാശിക്ക് എന്ത് കിട്ടും? കടമെടുത്തവന് കടമാണ് അനന്തരാവകാശമായിട്ട് കിട്ടുന്നത്. ലോണൊന്നും തിരിച്ചടച്ചിട്ടില്ല. മാനേജർ വീട്ടിൽ വരും. അച്ഛൻ മരിച്ചുപോയി, ഞങ്ങൾ അറിഞ്ഞ് സങ്കടമാണ്, നല്ല മനുഷ്യനായിരുന്നു, പക്ഷെ 5 കോടി രൂപ എടുത്തിട്ടുണ്ട്, ഒന്ന് റീപേയ്മെൻറ്റ് ചെയ്തിട്ടില്ല, അതിൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അറ്റാച്ച് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് പോകും. 5 കോടി ഇട്ടിരിക്കുന്ന അച്ഛൻ്റെ വീട്ടിൽ ചെല്ലും. മോനെ 5 കോടി അച്ഛൻ ഇട്ടിട്ടുണ്ട് കേട്ടാ, നിന്നെയാണ് നോമിനിയായിട്ട് വെച്ചിരിക്കുന്നത്, നിനക്ക് ഇഷ്ടം പോലെ അത് ചിലവാക്കാൻ പറ്റില്ല, നോമിനിക്ക് ചിലവാക്കാൻ പറ്റില്ല. നോമിനി അതിൻ്റെ ഒരു ഉത്തരവാദിയാണ്, ഇതിനെ ആർക്കൊക്കെ കൊടുക്കണം, എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്. നോമിനിക്ക് എടുത്തുകൊണ്ട് പോകാൻ നോക്കില്ല. പലരും വിചാരിച്ചിരിക്കുന്നത് നോമിനിക്ക് ഇത് എടുത്ത് കുട്ടി തിന്നാന്നാണ്. അതൊന്നും പറ്റില്ല, നിയമം വേറെ. നോമിനിയായിട്ട് വെച്ചിരിക്കുന്ന എങ്കിൽ പിന്നെ എന്തിനാ അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കണേ? അവിടെ നോമിനിക്കും കൊടുത്താൽ പോരെ ബാങ്കുകാർ? അങ്ങനെ കൊടുക്കില്ല, കൊടുക്കാൻ ഒക്കില്ല. ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു അവകാശമാണ് നോമിനിക്കുള്ളത്. അയാൾക്ക് അവകാശം ഉണ്ടെങ്കിൽ അയാൾക്ക് എടുക്കാം, അവകാശ സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ അതെന്തോ ആവട്ടെ. അപ്പോൾ ഈ കടം വാങ്ങിച്ചവൻ്റെ വീട്ടിൽ ചെന്ന് മാനേജർ എന്തു പറയും? റീപേ ചെയ്യണോ അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്യുമെന്ന് പറയും. മറ്റവൻ്റെ അടുത്ത് എന്ന് പറയും, ഇത്രയും രൂപ കൊണ്ട് പോനെ, അതവിടെ കിടന്നാൽ ഇത്ര ഇൻട്രസ്റ്റ് കിട്ടും, നിനക്ക് നന്നായിട്ടൊക്കെ ജീവിക്കാം. അപ്പോൾ ഈ കടം വാങ്ങിച്ചവൻ്റെ പറയാ, ഇതെന്ത് അന്യായമാണ് ബാങ്ക് ചെയ്യുന്നത്, എൻ്റെ എല്ലാം എടുത്തുകൊണ്ട് പോകുന്നുണ്ട്, അവനെല്ലാം കൊടുക്കുമെന്ന് പറയുന്നു. കാരണം നമുക്ക് ഡെപ്പോസിറ്റ് ഇല്ല. അപ്പോൾ ഡെപ്പോസിറ്റ് ഉള്ളവൻ ഗുരുവിൻ്റെ അടുത്ത് വരുമ്പോൾ അവന് പിന്നെ അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ ഡെപ്പോസിറ്റ് ഇല്ലെങ്കിൽ ആ കടം തീർന്നാലേ പിന്നെ വരുമാനമാകുള്ളൂ. കടം തീരണ്ടേ? പലിശ തീർന്ന് പിന്നെ മുതൽ കൊടുത്തു തുടങ്ങണം, കഷ്ടപ്പാടാ. അതുകൊണ്ട് നമുക്കിതൊന്നും അറിഞ്ഞൂടാ. പക്ഷേ നമുക്ക് ഇങ്ങനെ സോഷ്യലിസമാണ് നമ്മൾ പറയുന്നത്. സോഷ്യലിസം നടപ്പാകുമോ സാറേ? സോഷ്യലിസം നടപ്പാക്കാൻ പറ്റുന്ന കാര്യമാണ്? പറ്റില്ല. സോഷ്യലിസം നടപ്പാക്കാൻ പറ്റുന്ന കാര്യമില്ല. അതുകൊണ്ടാണ് ഈ ലോകത്ത് മൊത്തം കമ്മ്യൂണിസം പരാജയപ്പെട്ടത്.
സോഷ്യലിസം ഒരുപോലെ അങ്ങ് നടപ്പാക്കാൻ ഏറ്റത് പറ്റില്ല. എല്ലാ മനുഷ്യരും ഒരുപോലെ ഈ ഭൂമിയിൽ വരുന്നു എന്നൊക്കെ പറയുന്നത് ശരിയല്ല. അത് ജാതിഭേദം മതദ്വേഷത്തിന് അടിസ്ഥാനപ്പെടുത്തിയല്ല ഞാൻ പറയുന്നത്. വർണ്ണാശ്രമ ജാതിയായ കാര്യമല്ല പറയുന്നത്, വർണ്ണമുള്ളതാ. ആ വർണ്ണാശ്രമം ജാതിയാക്കിയതാണ് ഇപ്പോൾ ലോകത്ത് മൊത്തം നടക്കുന്ന ദുരന്തം. വർണ്ണമുണ്ട്. അപ്പോൾ ഒരു വീട്ടിനകത്ത് തന്നെ 4 വർണ്ണക്കാരുമുണ്ട്. പക്ഷെ അത് ജാതിയല്ല. അത് വ്യത്യാസം മനസ്സിലാക്കണം. ജീവന്റെ പ്രകാശമാണ് വർണ്ണം. അതെല്ലാവർക്കും ഒരുപോലെയല്ല. ഒരുപോലെ ആക്കാനാണ് ഗുരു വന്നത്. യഥാർത്ഥ സോഷ്യലിസം നടപ്പാക്കാനാണ് ഗുരു വന്നത്. അത് ജീവന്റെ സോഷ്യലിസമാണ്, ഈ സാമ്പത്തിക സോഷ്യലിസം അല്ല. എല്ലാവർക്കും എല്ലാം കിട്ടണമെന്നാണ് ഗുരു പറഞ്ഞത്. അതാണ് ഗുരുവചനം. ശാന്തിഗിരിയുടേത് ഒരു തൊഴിലാളി വിഷമവും മറ്റൊന്നുമല്ല. എല്ലാവർക്കും എല്ലാം കിട്ടണം. ആ സോഷ്യലിസമാണ് ഗുരുവിൻ്റെ സോഷ്യലിസം. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓരോരുത്തരും ഓരോ വ്യക്തിയാണ്. അവൻ്റെ ഒരു പാരമ്പര്യം, ട്രഡീഷണൽ ഡെപ്പോസിറ്റ് ഉണ്ട് ഇവൻ്റെ ജീവനിൽ. അത് മനസ്സിലാക്കാൻ ഗുരുവിനെ പറ്റൂ. അതുകൊണ്ടാണ് നമുക്ക് ഈ നിരാശയും വിദ്വേഷവും അകൽച്ചയൊക്കെ വരുന്നത്. അപ്പോൾ ഓരോരോ കാലഘട്ടത്തിൽ ഓരോന്ന് വരും. ഇപ്പോൾ നമ്മൾ ഈ ജാതി സ്ഥാപിച്ച് വെച്ച് എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഈ സംവരണം സ്ഥാപിച്ചു വെച്ചതാണ് ലോകത്ത്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ. ഇന്ത്യയിൽ ഒരു 5000 വർഷത്തിന് മുമ്പ് സംവരണം ഇല്ലായിരുന്ന. സാറെന്ത് പറയുന്നു? ഉണ്ടായിരുന്ന. ശ്രീകൃഷ്ണന് ആഹാരം കൊടുക്കാത്തവരാ. ഇന്ന് ശ്രീകൃഷ്ണനെ പൂജിക്കുന്നില്ലേ? അവർ ശ്രീകൃഷ്ണന് ആഹാരം കൊടുത്തിട്ടില്ല വിശന്നപ്പോൾ. ഇവൻ കറുപ്പൻ അധകൃതനെന്ന് പറഞ്ഞ് ആഹാരം കൊടുത്തില്ല. ഇത് ഞാൻ പറയില്ല, ഇത് ഭാഗവതത്തിൽ പറയുന്നതാണ്. പുരാണ ഗ്രന്ഥങ്ങൾ വായിക്കണം ഇതൊക്കെ മനസ്സിലാക്കാൻ. വിപ്രഭഗ്നി മോക്ഷം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് ഭാഗവതത്തിൽ, എടുത്ത് വായിച്ചു നോക്കണം. എനിക്കും എൻ്റെ കൂടെ വന്നവർക്കും വിശക്കുന്ന ശകലം ആഹാരം വേണമെന്ന് പറഞ്ഞ് ശ്രീകൃഷ്ണൻ പറഞ്ഞയക്കും ഗോപന്മാരെ. ഒരു യാഗം നടക്കുന്നിടത്ത് ബ്രാഹ്മണര് യാഗം നടത്തിയ അവിടെ കൊടുത്തില്ല. കൊടുക്കുമെന്നും പറഞ്ഞില്ല, കൊടുക്കൂലെന്നും പറഞ്ഞില്ല. അതല്ലേ ഏറ്റവും വലിയ അപമാനം. നീ പോടാ തരൂല്ലെന്ന് പറഞ്ഞാൽ അങ്ങ് പോകും. ഇത് മിണ്ടിയില്ല, അവിടെ നിർത്തി. സിംപ്ലി നെഗ്ലക്റ്റ്. അതായിരുന്നു വിപ്രഭഗ്നി മോക്ഷം എന്ന് പറഞ്ഞ് ഭാഗവതത്തിലുണ്ട്, എടുത്ത് വായിച്ചു നോക്കണം. എവിടെയെങ്കിലും ഭാഗവതം കിട്ടുമെങ്കിൽ. കൊടുത്തില്ല, ഭക്ഷണം കൊടുത്തില്ല. അവർ ചെന്ന് പറഞ്ഞു തന്നില്ല എന്ന്. എന്നാൽ ആ യജമാനായിരിക്കുന്ന ബ്രാഹ്മണൻ്റെ പത്നി ഉണ്ട്, അവരോട് എന്ന് പറയാമെന്ന് പറയും. ഇപ്പം ഇവർ അവരോട് എന്ന് പറയും. അവർ പാത്രങ്ങളിലെല്ലാം ഭക്ഷണം എടുത്തുകൊണ്ട് കൊണ്ട് കൊടുത്തു. ഈ പത്നിമാർ അവരാദ്യമായിട്ടാണ് ശ്രീകൃഷ്ണനെ കാണുന്നത്. ശ്രീകൃഷ്ണ യാദവനാണ്, അറിയാമല്ലോ. കറുപ്പൻ എന്നല്ലേ പറയുന്നത്. കറുപ്പിൻ്റെ കുഴപ്പമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. കറുപ്പിൻ്റെ വെറുപ്പാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇന്ത്യക്കാരുടെ വിചാരം, നമ്മളൊക്കെ വിചാരം വെളുപ്പന്ന. അത് വിദേശത്തോട്ട് പോകുമ്പോൾ അറിയാം വെളുപ്പിൻ്റെ മഹിമ. മാറ്റി നിർത്തും അവിടെ. ഇന്നും കാനഡയിലൊക്കെ നമ്മുടെ ഉള്ളതെല്ലാം പോകുന്നുണ്ടല്ലോ. കാനഡ വലിയ ഈ ഭരണവറിയുള്ള രാജ്യം. ഇപ്പം നിവൃത്തിയില്ലാതൊക്കെ ഇരിക്കുക. പോയിട്ട് വരുന്നവരോട് രഹസ്യമായിട്ടൊന്ന് ചോദിച്ചാൽ മതി, വിവരങ്ങൾ അറിയാൻ പറ്റും നമുക്ക്. അപ്പോൾ ശ്രീകൃഷ്ണന് ഒരു ആഹാരം കൊടുത്തില്ല. ഈ വിപ്രൻ്റെ പത്നിയാണ് കൊണ്ടുവന്ന് കൊടുത്തത് ആഹാരം. അവരാദ്യമായിട്ട് കൃഷ്ണനെ കാണുക. അവരവിടെ തന്നെ നിന്നു. കൃഷ്ണൻ പറഞ്ഞു, നിങ്ങോട്ട് പൊക്കോ അമ്മ,
നിങ്ങൾ കൊണ്ടുവന്നല്ലോ, എൻ്റെ വിശപ്പ് അടങ്ങി എന്ന് പറഞ്ഞു. ഇവർ തിരിച്ചു ചെന്നപ്പോൾ അനുവാദമില്ലാതെ ഈ അധകൃതൻ കൃഷ്ണന് ആഹാരം കൊടുത്തതിന് ഇവരെ കെട്ടിയിട്ട് തല്ലി. വിപ്രവഗ്നി മോക്ഷം എന്ന അദ്ദേഹത്തിൻ്റെ പേര്. കെട്ടിയിട്ട് അവരെ ശിക്ഷിച്ച് ഇവരങ്ങനെ കിടന്നവരെ ജീവൻ വെടിഞ്ഞു, ജീവൻ പോയി അവരുടെ. ഈ വിപ്രന്റെ പത്നിയുടെ ജീവനാണ് ആദ്യമായിട്ട് ശ്രീകൃഷ്ണനിൽ ലയിച്ച ജീവൻ എന്നാണ് ഭാഗവത്തിൽ പറയുന്നത്. അതാണ് വിപ്രപത്നി മോക്ഷം. ഇതാണ് ചരിത്രം. ഈ ചരിത്രം നമ്മൾ മറക്കരുത്. ഇപ്പൊ 5000 വർഷത്തിന് മുമ്പേ ജാതി ഉണ്ടായിരുന്നു, ഇല്ലേ? സംവരണം ഉണ്ടായിരുന്നു. ബ്രാഹ്മണനെ വിദ്യ പഠിക്കാവൂ, പുസ്തകം വായിക്കാവൂ. ക്ഷത്രിയൻ യുദ്ധം ചെയ്ത് മഹാഭാവി ആയിക്കൊള്ളണം ബ്രാഹ്മണന് വേണ്ടി. വൈശ്യൻ പറ്റിച്ച് കച്ചവടം ചെയ്ത് കിടന്നുകൊള്ളണം. ശൂദ്രൻ എല്ലാവരുടെയും സേവാവൃത്തി ചെയ്യണം. ഇത് സംവരണമല്ലേ? ശൂദ്രൻ അക്ഷരം പഠിച്ചുകൂടാന്നാ? അത് സംവരണമല്ലേ? ഇപ്പം ആണോ അല്ലേ? പറ. കോടതി ചോദ്യം ചോദിക്കുമ്പോലെ എന്ന് കരുതിക്കോ, ആണോ അല്ലേ? ഇപ്പോഴത്തെ സമകാലീനമായ ഒരു കാര്യം ഞാൻ പറയട്ടെ. ശബരിമലയിൽ പൂജ ചെയ്യണമെങ്കിൽ ആർക്കാ സംവരണം ചെയ്ത് വെച്ചിരിക്കുന്നത്? സംവരണമല്ലേ ഇത്? പിന്നെ എന്താ അംബേദ്കറാണ് സംവരണം ഉണ്ടാക്കിയെന്ന് പറയുന്നത്? എന്താ അതിൻ്റെ അർത്ഥം? മഹാനായ അംബേദ്കറാണെന്നാണ് പറയുന്നത് സംവരണം ഉണ്ടാക്കിയത്. അംബേദ്കർ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പോയി പഠിച്ചത് സംവരണം കൊണ്ടൊന്നുമില്ല കേട്ടോ. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ഇപ്പോഴും സംവരണമില്ല. ആ കാലഘട്ടത്തിൽ അദ്ദേഹം അവിടെ പോയി എങ്ങനെയാണ് പഠിച്ചത്? ചിന്തിക്കണം നമ്മൾ. യൂത്തിന് തലയില്ല എന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. കാരണം തല വെച്ച് ചിന്തിക്കില്ല അവന്. ഇവൻ്റെ തല അങ്ങ് കൊടുത്തിരിക്കുക വേറെ ആർക്കും. ഇപ്പം ഞാനിവിടെ പറയുമ്പോൾ രാഷ്ട്രീയമോ ഇവിടെ ഒരു കുത്തിത്തിരിപ്പിനോ അല്ല. നമ്മളുടെ ബോധതലം ഉണരണം. ബോധതലമുണ്ട്, അത് ഉണരണം. എന്തൊക്കെയാണെന്ന് തിരിച്ചറിവുണ്ടാവണം നമുക്ക്. ഇല്ലെങ്കിൽ അതിൻ്റെ അപകടം ഗുരു പറഞ്ഞിട്ടുണ്ട്. 3 തലമുറ വളരെയധികം സൂക്ഷിക്കണമെന്നാണ് ഗുരു പറഞ്ഞത്. അല്ലെങ്കിൽ തലയിൽ കയറി ഇതിനെല്ലാം എടുത്ത് മറിച്ചു കളയുന്നു. 7 തലമുറ കഴിയുമ്പം പിന്നെ ആർക്കും ഒന്നും തൊടാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ വളരെ സൂക്ഷിച്ചു പോകണം. അതാണ് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാൻ നിബോധത എന്ന് പറഞ്ഞിരിക്കുന്നത്. ശുരസ് ധാരാ നിശിതാതരത്തിയ ദർക്കംപദസ്ഥ കവയോ വദന്തി എന്ന് ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പം ഉപനിഷത്ത് എത്രയുണ്ട്? അത് വേദങ്ങൾ എത്രയുണ്ട്? അഥർവവേദമുണ്ട്. അഥർവവേദം പഠിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അഥർവവേദത്തിൽ ഈ കാലത്ത് കലിയിൽ യാഗം, ഹോമം, യജ്ഞം ഒന്നും നടത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് പഠിക്കരുതെന്ന് പറഞ്ഞത്. ഈ ദേവന്മാർ വിനാശത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അഥർവവേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് പഠിക്കരുതെന്ന് പറഞ്ഞത്. കുഴപ്പമെന്നത് മുണ്ടകോപനിഷത്തും മാണ്ഡ്യകോപനിഷത്തും ഒക്കെ അഥർവവേദത്തിലുള്ളതാണ്. മലയാളത്തിൽ വിവേകാനന്ദൻ്റെ ഭാഷ്യമുണ്ട്, എടുത്ത് വായിച്ചു നോക്കണം. നല്ല കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട് ലളിതമായിട്ട്. ഞാനിതൊക്കെ പറഞ്ഞ എന്താ, നമുക്ക് തിരിച്ചറിവ് വരണം. ഗുരു എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് അറിവുണ്ട്, പക്ഷെ അറിവിൻ്റെ സ്ഥാനത്ത് അറിവില്ല. ആ അറിവിൻ്റെ സ്ഥാനത്ത് നമുക്ക് അറിവുണ്ടാവണം. ഏതാണെന്നുള്ള അറിയാനുള്ള ഒരു ത്വര നമുക്ക് വരണം. ഈ ആട്ടിൻപറ്റത്തിനെയും മാട്ടിൻപറ്റത്തിനെയും അടിച്ചുകൊണ്ട് പോകുമ്പോൾ അങ്ങ് പോകരുത്. നമ്മൾ തലയാട്ടി പോവും. അവസാനം കശാപ്പ് ശാലയിലാണെന്നുള്ളത് അകത്ത് കയറുമ്പോഴാണ് മനസ്സിലാവണം. ഇമ്പേന്ന് വിളിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. നമുക്ക് പഞ്ചശുദ്ധി വേണമെന്ന് ഗുരു പറഞ്ഞ് വളരെ പാടാ നമുക്ക്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ വിവാദമാവും.
ശ്രീനാരായണ ഗുരു അന്നേ പറഞ്ഞു, കൊല്ലുന്നതും എങ്ങനെ ജീവികളെ തെല്ലും കൃപയേറ്റ് പൂജിക്കുവതും എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്. അത് ഇതുവരെ വെട്ടി മാറ്റിയിട്ടില്ല ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയിൽ നിന്ന്. നീ ക്രമേണ ചിലപ്പോൾ എടുത്ത് മാറ്റിക്കളയും. കൊല്ലുന്നതും എങ്ങനെ ജീവികളെ തെല്ലും കൃപയേറ്റ് പൂജിക്കുവതും എന്ന് ശ്രീനാരായണ ഗുരു എഴുതി വച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് സാധിക്കില്ല. എന്തുകൊണ്ടാണ്? നമ്മളുടെ പരമ്പരാഗത സ്വഭാവം അങ്ങനെ ഇരിക്കുക. അപ്പോൾ ഭക്ഷണത്തിൻ്റെ ഒരു ശുദ്ധി, ജീവിതശുദ്ധി, പഞ്ചശുദ്ധിയൊക്കെ പറയും. ഈ അന്നമയ കോശത്തിലാണ് ജീവൻ ഇരിക്കുന്നതെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. ഈ അന്നമയ കോശം ശുദ്ധിയാവണമെങ്കിൽ കഴിക്കുന്ന അന്നം എങ്ങനെ ഇരിക്കണം? ഈ അന്നമയ കോശം, മനോമയ കോശം, അങ്ങനെ പഞ്ചകോശങ്ങളുണ്ട്. പ്രാണമയ കോശം, അവസാനം ആനന്ദമയ കോശത്തിൽ എത്തണമെന്നാണ്. നമ്മളത് അന്നമയ കോശമാണ്. അതിനകത്താണ് ജീവൻ ഇരിക്കുന്നത്. അപ്പം ജീവൻ, പ്രാണൻ, ആത്മാവ്, അങ്ങനെ പല പേര് പറയുന്നു. പല പേര് പറയുന്നെങ്കിൽ അത് പല അവസ്ഥയിലുള്ളതാണ്. ഇപ്പം ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഒരുപാട് കാര്യമുണ്ട്. നമ്മൾ ഈ ഏടാവിടങ്ങളിലും ഈ കുരുക്കുകളിലും ചെന്ന് പെടണ്ട. വളരെ എളുപ്പമായ കാര്യമാണ് ഗുരു നമുക്ക് വേണ്ടി ചെയ്തു തന്നിരിക്കുന്നത്. നമുക്കെന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന കുറച്ച് പേർക്കോ ഈ പിന്നെ ഗുരുപൂജ ചെയ്തവർക്കോ അല്ലെങ്കിൽ ഇവിടെ വന്ന് കുംഭവും ദീപം എടുക്കുന്നവരോ അല്ല നമ്മളെന്ന് ഞാൻ പറഞ്ഞത്. പരമ്പരയെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഗുരു ചോദിച്ചൊരിക്കൽ. ഇപ്പോൾ ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞു, അത് ഇവിടെ ഗുരുവിനെ വന്ന് പ്രാർത്ഥിക്കുന്നവർ, ഗുരുപൂജ ചെയ്തവർ, ഇങ്ങനെയൊക്കെ പറഞ്ഞ്. അതൊന്നുമല്ല. പരമ്പരയെന്ന് പറഞ്ഞാൽ മനുഷ്യ പരമ്പരയാണ് എന്നാണ് ഗുരു പറഞ്ഞത്. നമ്മളത് മനസ്സിലാക്കണം. ഇപ്പം മനുഷ്യ പരമ്പരയ്ക്ക് വേണ്ടിയാണ് ഗുരു വന്നതും ചെയ്തതും. അത് നമ്മുടെ കക്ഷത്തിടുക്കി വയ്ക്കാനുള്ളതല്ല. അതിന് ഈ 18 സിദ്ധന്മാരിൽ ഒരു പ്രധാനിയാണ് ഈ ശിവവാക്യർ എന്ന് പറയും. അത് ഈ സിദ്ധന്മാരെയെല്ലാം തമസ്കരിച്ച് സൈഡ് ലൈൻ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു തമിഴ്നാട്ടിൽ. അവിടുത്തെ വൈദികന്മാർ അവരെ അംഗീകരിച്ചിട്ടില്ല. സിദ്ധന്മാരെയോ തിരുവള്ളുവരെയോ ഔവയാറെയോ ഒന്നും ഈ വൈദിക മതം അംഗീകരിച്ചിട്ടില്ല. അതറിയാം. അങ്ങനെയാണ് പിന്നീട് വന്നിട്ടുള്ള ഈ ദ്രാവിഡ സംസ്കാരമായിട്ട് നിന്നവർ പഠിച്ചെടുത്ത് വന്നപ്പോൾ അവരാണ് ഇതിനെ വെളിയിൽ കൊണ്ടുവന്നത്. മറ്റവർ ഇന്നും അതിനെ അംഗീകരിച്ചിട്ടില്ല. സിദ്ധന്മാരെയും ഔവയാർ, തിരുവള്ളുവർ ഒന്നും അംഗീകരിച്ചിട്ടില്ല. ജ്ഞാനികളെ ആരെയും അവർ അംഗീകരിച്ചിട്ടില്ല. അവരംഗീകരിക്കുന്നത് ഈ ത്രിമൂർത്തി സമ്പ്രദായത്തിനെയാണ്. ഈ ത്രിമൂർത്തി സമ്പ്രദായമാണ് കേട്. ഇപ്പം തിരുവള്ളുവർ അത് തള്ളിപ്പറഞ്ഞ ആളാണ്. ത്രിമൂർത്തികളെ, ദേവേന്ദ്രനെയൊക്കെ. ഈ ഇന്ദ്രിയങ്ങളെ അടക്കാത്തവൻ്റെ ദുർഗതിക്ക് ഇന്ദ്രനാണ് ഉദാഹരണമെന്നാണ് തിരുവള്ളുവർ പറഞ്ഞത്. ഐമ്പുലത്താൻ ആറ്റൽ അകവിൽ വിശുമ്പ് ഇലാർക്കോമാൻ ഇന്ദ്രനെ ശാലങ്കരി എന്നാ പറഞ്ഞിരിക്കുന്നത്. തലയാം വാനിൽ വാഴ്വോർക്ക് ഇന്ദ്രനൂഴിയിൽ ജിതേന്ദ്രിയൻ്റെ ശക്തിക്ക് മതിയാമൊരു സാക്ഷിയാമെന്ന് ശ്രീനാരായണ ഗുരു പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. വരുതാം വാനിൽ വാഴ്വോർക്ക് തലയാം ഇന്ദ്രനൂഴിയിൽ ജിതേന്ദ്രിയൻ്റെ ശക്തിക്ക് മതിയാമൊരു സാക്ഷിയാം എന്ന് ശ്രീനാരായണ ഗുരു തിരുക്കുറളിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം വാനിൽ വാഴുന്ന രാജാവായിരിക്കുന്ന ഇന്ദ്രൻ ഭൂമിയിലെ ജിതേന്ദ്രിയൻ്റെ ശക്തിക്ക് തെളിവ് ഇന്ദ്രനാണെന്ന്. എന്താ? ശാപമേറ്റതാണ് ഇന്ദ്രന്. ഗൗതമ മഹർഷിയുടെ ശാപമേറ്റ കാര്യമാണ് തിരുവള്ളുവർ പറഞ്ഞിരിക്കുന്നത്. വെളിയിറങ്ങാൻ വയ്യാതായിപ്പോയിരുന്നു ഇയാൾ. കാരണം പഞ്ചേന്ദ്രിയങ്ങളുടെ അടിമയാണ് ഇയാൾ, ഈ ഇന്ദ്രൻ. അപ്പോൾ ആ ഇന്ദ്രനും ഈ ദേവഗണങ്ങളും ദേവീഗണങ്ങളും
ഇവരുടെ ആരാധന ചെയ്താണ് മനുഷ്യകുലം ഇങ്ങനെ ആയിപ്പോയത്. ഇതിൽ നിന്ന് മനുഷ്യവർഗത്തിനെ രക്ഷിക്കാനാണ് ഗുരു വന്നത്. ഇത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ നമുക്ക് അബദ്ധം പറ്റി പലരും തിരിച്ചു പോയിരിക്കുക ഈ അബദ്ധത്തിലോട്ട്. അപ്പം ഇത് ചെറിയ ഒരു കാര്യമല്ല. യുഗങ്ങൾക്ക് മുമ്പ് നടന്നത് അതിൻ്റെ തിരുത്താണ്. അല്ലാതെ നമ്മൾ ആ ആശ്രമത്തിൽ പോയി ഈ ആശ്രമത്തിൽ പോയി ആ സ്വാമിയുടെ അടുത്ത് പോയി, തമിഴിൽ പറയുമ്പോൾ ആ സ്വാമിയുടെ അടുത്ത് പോയെന്ന് പറഞ്ഞാൽ അതൊന്നും ഒരു കാര്യമില്ല. പോയായിരിക്കും, അവിടെ വളരെ വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കാണും. പക്ഷെ അതൊന്നുമല്ല ഇവിടെ നടക്കുന്നത്. ജീവൻ്റെ പരിണാമ പ്രക്രിയയാണ്. ഇത് എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് 7 തലമുറ കഴിഞ്ഞ് അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ വരുള്ളൂ. അപ്പോൾ നമ്മളെന്താ വിചാരിക്കാം, 7 തലമുറ കഴിഞ്ഞ് വരുമല്ലോ, നമുക്ക് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാമെന്ന് വെച്ചാൽ ശരിയാവില്ല. നിങ്ങളിതെല്ലാം അറിഞ്ഞിട്ട് മിണ്ടാതിരുന്നാൽ നിങ്ങളുടെ ജീവനെ വെറുതെ വിടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് പറയുന്ന ഒരു ഗുരുവാണി ഇതിനകത്തുണ്ട്. ഇപ്പം കണ്ടുപിടിക്കാൻ പെട്ടെന്ന് പറ്റില്ല. നിങ്ങളിതെല്ലാം അറിഞ്ഞിട്ട് നിങ്ങൾ മിണ്ടാതിരുന്നാൽ നിങ്ങളുടെ ജീവനെ വെറുതെ വിടുമെന്ന് വിചാരിക്കുന്നുണ്ടോ എന്ന്. അതാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഒരു ഉറുമ്പിനും ചെയ്യാവുന്ന കർമ്മമുണ്ടില്ലേ, ഒരു ഉറുമ്പ്. അതിനേക്കാളും എത്രയോ ഭാരമുള്ളതിനെ ഉറുമ്പ് ചുമന്നുകൊണ്ട് പോകാൻ കണ്ടിട്ടില്ലേ. അപ്പം ആ ഉറുമ്പിൻ്റെ കഴിവെന്താ? ആ ഉറുമ്പിൻ്റെ ചിന്താശക്തി എന്തെന്ന് നമുക്കറിയാമോ? നമുക്കറിഞ്ഞൂടാ, നമുക്കൊന്നും അറിഞ്ഞൂടാ. കാരണം നമ്മൾ മനുഷ്യൻ ഏറ്റവും മനുഷ്യജന്മം. അതുകൊണ്ടല്ലേ ഇനിയൊരു ജന്മം കൂടി എന്നൊക്കെ നമ്മൾ പാട്ട് പാടും. ഈ മനോഹര തീരത്ത് വരുമോ ഇനിയൊരു ജന്മം കൂടി. കാരണം ആകെപ്പാടെ അറിയാമെന്നുള്ളത് ഈ മനോഹര തീരം. നമുക്ക് ഈ മനുഷ്യജന്മം ഏറ്റവും ഉയർന്ന ജന്മം എന്നൊക്കെ പറയും നമ്മൾ. എന്തുകൊണ്ടാ? അതിൻ്റെ മുകളിലോട്ടുള്ള അറിഞ്ഞൂടാത്തോണ്ടാ. ഒരു മലയുടെ മേളിൽ കയറി നിൽക്കുന്നവൻ, അതിന് തൊട്ട് മേളിലുള്ള മല ഈ മലയും കടന്നു നിൽക്കുകയാണെന്ന് വെച്ചോ. അപ്പം മേളിലോട്ട് നോക്കിയാൽ എന്ത് കാണും? അതിൻ്റെ തൊട്ട് മുകളിലുള്ള മലയെ കാണാൻ പറ്റുള്ളൂ, വേറൊന്നും കാണാൻ പറ്റില്ല. ആ മലയുടെ മേളിൽ കയറി നിന്നാലേ അതിനും മുകളിലോട്ടുള്ളത് കാണും. കാരണം അതിങ്ങനെ നിൽക്കുക. എല്ലാവരും ഗുരുദർശനത്തിന് ചെല്ലാന്നുള്ളു. അവിടുന്ന് പറഞ്ഞതാ. പെട്ടെന്ന് നമ്മൾ പൊക്കോ ഗുരുദർശനത്തിന്. പ്രകാശ